കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ തല കുമ്പിട്ട് കേരളം. തിരുവനന്തപുരം ചാലക്കടവിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. നിതിൻ കൊടിയ ജാതി വിവേചനത്തിനാണ് ഇരയായത് എന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്നു. വെള്ളിയാഴ്ച രാവിലെ സന്തോഷത്തോടെ വിളിച്ചിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം നിതിൻ ജീവനൊടുക്കുമോ എന്ന ചോദ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ജനനമാണ് എന്റെ കുറ്റമെന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കേട്ട ജീവിത ദൈന്യത്തിന് കേരളത്തിലും ദുരന്താവർത്തനം. പെയിന്റിംഗ് തൊഴിലാളിയായ വയൽ രാജിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളിയായ CR ലതയുടെയും ജീവിത സ്വപ്നങ്ങൾ നിശ്ചേതനമായി തിരുവനന്തപുരം ചാലക്കടവിലെ വീട്ടിലേക്കെത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ചെങ്കൽ തറയിൽ ചിതറിയ ശരീരം നോക്കി അച്ഛൻ രാജൻ ആർത്തലച്ചു. ID കാർഡ് ഉയർത്തി എന്റെ മകൻ എങ്ങനെ ഇങ്ങനെയായെന്ന് കേരള മനസാക്ഷിയോട് ചോദിച്ചു. മകൻ വേദനയോടെ വിളിച്ചു പറഞ്ഞ കോളേജിലെ അധിക്ഷേപ സംഭവങ്ങൾ അമ്മ ഓർത്തെടുത്ത് പദം പറഞ്ഞു കരഞ്ഞു. ആട്യ മനസ്സുള്ള അധ്യാപകർ നടത്തിയ ജാതി അധിക്ഷേപത്തിന്റെ നോവിക്കുന്ന അനുഭവങ്ങൾ നിതിന്റെ ശബ്ദ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സ്റ്റാഫ് റൂം എന്നാൽ കൂട്ടത്തോടെ ആക്രമിക്കാനുള്ള സ്ഥലം. ഓറൽ പത്തോളജി വകുപ്പ് മേധാവി K. റാമിനും ഡോക്ടർ സംഗീത നമ്പ്യാർക്കും അധിക്ഷേപിക്കലാണ് ഹരം. അമ്മയും അമ്മയുടെ സർജറിയും വരെ അധിക്ഷേപ വിഷയങ്ങളാക്കി. ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധിവരെ ക്ഷമിച്ചു. പുഴുത്ത പട്ടി, ഇഡിയറ്റ് തുടങ്ങിയ വിളികൾക്കും നിറം പറഞ്ഞുള്ള പരിഹാസത്തിനും നിതിനിരയായെന്ന് സഹോദരി നിഖിത പറഞ്ഞു. പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. വകുപ്പ് മേധാവി ഡോക്ടർ റാമിനെ ഭയന്നാണ് കുട്ടികൾ പ്രതികരിക്കാത്തത്. പെൺകുട്ടികൾ അടക്കം പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം രോഷത്തോടെ പറയുന്നു. പല പ്രാവശ്യമായിട്ട് കോളേജിൽ പല സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് ജാതിപരമായിട്ടും വംശീയപരമായിട്ടും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കുട്ടിയെ നല്ല രീതിയിൽ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷലി ആൻഡ് മെൻ്റലി നല്ല രീതിയിൽ ഹരാസ്മെൻറ്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡെയിലി വിളിക്കുമ്പോഴൊക്കെ പറയും. അത് പറയുമ്പോഴൊക്കെ ഓരോ പേരുകളും പറയുന്നുണ്ട്. ഇന്ന സ്റ്റാഫാണ്. അതിൽ ഇന്നലെ കുറച്ച് പേരുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. റാം, സംഗീത. അതെ, ഇവർ രണ്ടുപേരും അധ്യാപകരാണ്, പ്രൊഫസറാണ്. പിന്നെ ഇതിൽ റാം പ്രൊഫസർ ആൻഡ് HOD ആണ്. ഫസ്റ്റ് നമുക്ക് ഉള്ളത് ഈ പുള്ളി തന്നെയാണ്, ഈ റാമെന്ന വ്യക്തിയിലേക്ക് തന്നെയാണ് സംശയങ്ങളുള്ളത്. പിടിച്ച് തള്ളിയിട്ടതാണെന്ന് ആരും കാണുന്നില്ലല്ലോ. നിതിൻ റാഗിങ്ങിനെതിരെ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വിളിച്ച നിതിൻ നാട്ടിലേക്ക് വരാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം ആത്മഹത്യ ചെയ്യുമോ എന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഒരു തരത്തിലുള്ള രക്ഷപ്പെടലും അനുവദിക്കപ്പെടാനാകില്ല. സമഗ്രമായ അന്വേഷണം നടക്കണം. ഇവിടെ ഈ കുടുംബത്തിന് നീതി ലഭ്യമാകണം. ഇനി ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ തക്കവിധമുള്ള മാതൃകാപരമായ നടപടികളായിരിക്കണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ നിതിന്റെ വീട്ടിൽ സാന്ത്വന വാക്കുകളുമായി എത്തി. 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാ സങ്കടം. നമ്മുടെ മോൻ പോയാൽ അതിനെന്തെങ്കിലും ഒരർത്ഥമുണ്ടാവണമെങ്കിൽ ഇതിനി ഒന്നും നടന്നുകൂടാ. അത് വീണ്ടും നടക്കുന്നു എന്നറിയുമ്പോൾ
ഇത്രയ്ക്കും ശിക്ഷ ഇളവുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. പേടിയില്ല, ആർക്കും പേടിയില്ല. +2 കഴിഞ്ഞ 4 വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് നിതിന് ഡെന്റൽ കോഴ്സിന് പ്രവേശനം കിട്ടിയത്. ഡോക്ടറായ ശേഷം അച്ഛനെയും അമ്മയെയും പിന്നെ ജോലിക്ക് വിടില്ലെന്ന് നിതിൻ പറഞ്ഞിരുന്നു. ആ സ്വപ്നവാക്യങ്ങൾ നിശബ്ദവും നിശ്ചേതനവുമായി മണ്ണോട് ചേർന്നു. കേരള മനസാക്ഷിയിൽ മായാത്ത മുദ്ര ബാക്കിയാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.